തടവുകാരുടെ ശമ്പളം 620 രൂപ ആക്കിയ കാര്യം എല്ലാവരും അറിഞ്ഞായിരിക്കും. ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. അത് ശുദ്ധ അസംബന്ധമാണ്, നിയമവിരുദ്ധം പാടില്ല. അതിനകത്തൊരു പ്രധാന കാര്യം പറഞ്ഞുതരാം. നമ്മുടെ വെയിലും മഴയും കൊണ്ട് ആശാവർക്കർമാരും മാസങ്ങളോളം കിടന്നിട്ട് അവർക്ക് തുച്ഛമായിട്ടുള്ള അവർ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് സമരം ചെയ്തിട്ട് അവർക്കൊന്നും കൊടുത്തിട്ടില്ല. ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത് അകത്ത് കിടന്ന ഒരാളിന് ഇത്രയും ശമ്പളം കൊടുക്കാന്ന് പറയുമ്പം താമസം, ഭക്ഷണം, ഡെയിലി 620 രൂപ എല്ലാം പോയിട്ടാണ്. അത് സുഭിക്ഷമായ ഭക്ഷണം. ഇത്രയും പോയിട്ട് ഈ ശമ്പളം കൂടെ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് എന്ത് ഉദ്ദേശത്തിലാണെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കും. അജണ്ടയുണ്ടോ? ഉണ്ടായിരിക്കും. അത് മാത്രവുമല്ല, ജനം വർദ്ധിപ്പിക്കാനേ ഒക്കൂ ഈ നിയമം കൊണ്ട്. കാര്യം കുറ്റവാസന പെരുകും. ജയിലിൽ കിടന്നാൽ ശമ്പളം കിട്ടുമല്ലോ. അതായത് സാധാരണക്കാർക്ക് ഒരു വിലയും ഇല്ല. ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുന്ന ആളിന് ഒരു വില കൊടുക്കുന്നു, അവർക്ക് ശമ്പളം കൊടുക്കുന്നു, വാരിക്കോരി കൊടുക്കുന്നു. ഇത് എവിടുത്തെ നിയമം? ഇത് നമ്മൾ ആദ്യമായിട്ട് കേട്ട് കേൾവിയില്ല. ഇവിടെ മറ്റേ ഇവര് ശമ്പളം കൂട്ടാൻ വേണ്ടി സെക്രട്ടറിയുടെ ഭാഗത്തില് ഇത്രയും കിടന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു മാസം രാപ്പകൽ സമരം നടത്തിയാണ്. തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് അകത്ത് കിടക്കുന്നത് കൂടുതലും അവരെ ആൾക്കാരാണല്ലോ, അതുകൊണ്ടാവും. എനിക്ക് വലിയ താല്പര്യമില്ല അതിനോട്. താല്പര്യമില്ല. ഇല്ല. വിമർശനം മാത്രമേ ഉള്ളൂ. ഒരുപാട് പയ്യന്മാരൊക്കെ ജയിലിൽ കയറാൻ വേണ്ടി അടിയായപ്പോൾ. കാരണം താമസം, ഭക്ഷണം ഡെയിലി 620 രൂപയും. അതെ, തീർച്ചയായും. പിന്നെ ഇപ്പൊ ഇവിടെ ജോലി ചെയ്യണേക്കാളും നല്ല ജയിലിൽ പോയി കിടക്കണേ നല്ലത്. അല്ല, നന്നായെന്ന് പറയാൻ പറ്റില്ല, മോശം തന്നെയാണ്. ഇങ്ങനെ നമ്മുടെ ആശാവർക്കർമാരും അംഗനവാടി ടീച്ചർമാരൊക്കെ തീർച്ചയായിട്ടും എന്നിട്ട് പോലും അവർക്ക് കൊടുക്കാത്ത ഇൻക്രിമെന്റ് ഇല്ലാത്തത് ഇവർക്ക് കൊടുത്തതിൽ ഒരു നെഗറ്റീവ് തന്നെയാണ്. തെറ്റാണ്, കൊടുക്കാൻ പാടില്ലായിരുന്നു. ആശാവർക്കർമാരുടെ സമരം ചെയ്തത് എല്ലാവരും ഇതിന് ചോദിക്കുന്നത് അംഗനവാടി ടീച്ചർമാർ, ആശാവർക്കർമാർ. ഒരു അംഗനവാടി ടീച്ചറിന്റെ ശമ്പളം എത്രയെന്ന് അറിയാലോ? 8500 രൂപ. ഒരു മെമ്പറുടെ ഓണർ എത്രയെന്ന് അറിയാലോ? 8500 രൂപ. ഒരു തടവുള്ളിലേക്ക് 16,000 സംതിങ് കിട്ടും ഒരു മാസം. ഭക്ഷണവും താമസവും ഫ്രീ.